ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. ഇപ്പോൾ നെത്തിലി മീനാണിത്. അത് വന്നിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യുന്ന കാണിച്ചു തരാം. കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. കല്ലുപ്പ് ഇട്ടാൽ അതിൻ്റെ മേലത്തെ ഇതെല്ലാം വരും. എന്നിട്ട് പിന്നെ തല മാത്രം ഇങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്താൽ മതി. കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വരും. അല്ല ചെറിയ കത്തിരി ഉണ്ടെങ്കിൽ കത്തിരി കൊണ്ട് വെട്ടിയാലും മതി. പിന്നെ കുടലിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ ആക്കിയ പണി കഴിഞ്ഞ്. ഓക്കെ, ഇത് വന്നിട്ട് പുതിയ മീനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇന്നലെ മേടിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഇപ്പം നമ്മൾ ഇന്ന് എടുക്കുന്നത് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മുള്ളെല്ലാം തനിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ബോൺലെസ് ഉണ്ടാകും. ഇപ്പം ഞാൻ അതിൻ്റെ മുള്ളെടുക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി എടുക്കാൻ. അത് ഇപ്പോൾ ഞാൻ അതിനെ ബോൺലെസ് ആക്കിയിട്ട് എടുത്തേക്ക്. ഇപ്പം എല്ലാ മീനും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ്, അതായത് പുതിയ മീനിൽ അത്ര വേഗം വരില്ല മുള്ള്. ഇത് അതായത് ഒരു ദിവസം കഴിഞ്ഞാൽ മതി വന്നോളൂ. ഫ്രീസറിൽ വെച്ചെടുത്താൽ പിറ്റേന്നേക്ക് നിങ്ങൾക്ക് ആ ബോൺലെസ് മാതിരി എടുക്കാൻ ഈസി ആയിട്ട് വരും. ഇപ്പോൾ കഴുകി കഴിഞ്ഞ് അതിലൊരു സ്പൂണ് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ, 1/4 സ്പൂണ് മഞ്ഞൾ, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ല മിക്സ് ചെയ്ത്, ഇതൊരു 1/4 കിലോ മീനേ ഇല്ലൂ, കുറച്ച് കാണിക്കാനായിട്ട് ഇത്രയും ചെയ്യുന്നതാണ്. ഇത് നല്ല മിക്സ് ചെയ്ത് ഒരു 5 നിമിഷം കുറച്ച് നല്ലോണം ഉപ്പെല്ലാം ഒന്ന് പിടിക്കട്ടെ. അതിന് വേണ്ടി കുറച്ച് വെക്ക്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഇപ്പോൾ ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ഇടാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇട്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതൊരു നമ്മൾ ദോശക്കല്ലില്ലേ, ദോശ ചെയ്യുന്ന ഓടില്ലേ, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ വന്നിട്ട് ഇപ്പോൾ ഇതിടാം. ഇപ്പം മീൻ പൊരിക്കാൻ ചീൻചട്ടീനെക്കാട്ടി നല്ലത് ഇതാണ്. ഇതിലാകുമ്പോൾ നിങ്ങൾക്ക് പീസ് ഉടയില്ല. ഇപ്പോൾ നല്ല വലിയ അയക്കുറെല്ലാം കഷ്ണങ്ങൾ പൊരിക്കുമ്പോൾ ഇതിലാകുമ്പോൾ കഷ്ണം ഉടയാണ്ട് കിട്ടും. ചീൻചട്ടിയിലാകുമ്പോൾ നമ്മളത് ഇങ്ങനെ തിരിച്ചിടുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകും. ഇതാകുമ്പോൾ ഒന്നും ഇല്ല, നീറ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇത് അത്രയും ബോൺലെസ്സാണ്. 1-2 ബോൺസ് വെച്ച് മുള്ളുണ്ടതും ഉണ്ട് കേട്ടോ. ഇത് ഫുള്ളി മുള്ളില്ലാത്ത മീനാണ്. എന്നിട്ട് ഇതിങ്ങനെ ഒരു ഭാഗം പൊരിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് സാധാരണ മീൻ പൊരിക്കും. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്നാ സോഫ്റ്റായിട്ടാണ് പൊരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വേണം ക്രിസ്പിയായിട്ട്, നല്ല ക്രിസ്പിയായിട്ട് വേണമെങ്കിൽ കുറച്ച് നല്ലോണം മുരിഞ്ഞ് വെക്കാം. കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല മുരിഞ്ഞ് കിട്ടും. ഞാൻ വന്നിട്ട് അധികം ഇതായിട്ട് എടുക്കില്ല, ക്രിസ്പി ആക്കില്ല, സോഫ്റ്റായിട്ടാണ് എനിക്കിഷ്ടം. എനിക്കെല്ലാവർക്കും അതുകൊണ്ട് സോഫ്റ്റായിട്ട് ഇതാ. ഇപ്പോൾ ഇത് പൊരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഒരു ബാച്ച് കുറച്ചും കൂടി ഉണ്ട്, അത് ഇട്ടെടുത്തേക്കുക. അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഇതൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തേക്ക്. എന്നിട്ട് സിമ്മാക്കിക്കോ അടുപ്പ്. കുറച്ച് പൊരിഞ്ഞതിൻ്റെ ശേഷം അടുപ്പ് സിമ്മാക്കിയിട്ട് പിന്നെ വാർത്തെടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഒരു ഇതും കൂടി ബാച്ച് ഉണ്ട്, അത് ഇട്ട് പൊരിച്ചെടുത്തേക്ക്. ഇതിപ്പോൾ ചെറിയ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ നമ്മളിരുന്നിങ്ങനെ മുള്ളെടുത്തിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്ലേറ്റിലിട്ട് കൊടുത്താൽ കുട്ടികൾ കഴിച്ചിട്ടിരുന്നോളും. നമുക്ക് ആ പേടി വേണ്ട, മുള്ള് കുത്തും അങ്ങനെയാണ്. അപ്പോൾ ചെറിയ മക്കൾക്ക് കൊടുക്കാൻ ഇത് നല്ലതാണ്. നെത്തിലി മീൻ ഏറ്റവും നല്ല മീനാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി. അതായത് ഫ്രഷ് മീനിന് മുള്ള് വേഗം വരില്ല കേട്ടോ. ഒരു ദിവസം പഴയതാണെങ്കിലാണ് വേഗം ആ മീനിൻ്റെ മുള്ള് നമ്മളിങ്ങനെ വലിച്ചാൽ മതി, മേലോട്ടൊന്ന് വലിച്ചാൽ അങ്ങനെ വരും. ഇത് കണ്ട, ഇതൊരു മീനാണിത്, നടുക്കത്ത് മുള്ളില്ല. മുള്ള് ഞാൻ എടുത്തതാണ്, 2 സൈഡ് കണ്ട. അതിൻ്റെ വാല അങ്ങനെയുണ്ട്, പറ്റിയിട്ടുണ്ട് അവിടെ. ഇത് ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് മുള്ളുണ്ട്. ഇത് മുള്ളുണ്ട മീനാണ്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും, ഈസിയാണ്. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, ബൈ.